നമസ്കരിച്ചാ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം മരിക്കുന്ന കാലം വരെ അല്ല ഭക്ഷണം തരും. 2 നല്ല മരണം, 3 അസ്റായിൽ ഷഹാദത്ത് കലിമ പറഞ്ഞു തരും, 4 കബറടക്കാൻ 70,000 മലക്ക് വരും, 5 ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിലെ 100ാമത്തെ പദവിയായ സ്വർഗ്ഗമുണ്ടല്ലോ, ആ സ്വർഗ്ഗത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നടക്കാ അല്ലാഹ് നിനക്ക് അവസരം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം 5 വഖത്ത് നിസ്കരിച്ച 5 പ്രതിഫലം, ഇതിനേക്കാൾ ഒരു പ്രതിഫലം ഇനി നിനക്ക് പറഞ്ഞു തരാനില്ല. നന്നാകണമെങ്കിൽ ഞാനും നിങ്ങളും നന്നാകുക. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, സുജൂദുകൾ അധികരിപ്പിക്കും. ഫർള് മാത്രം നിസ്കരിക്കുന്ന മഹാന്മാരുണ്ട്, അവർ ഫർള് മാത്രമേ നിസ്കരിക്കൂ. പിന്നെ എന്തിനാ മോനെ സുന്നത്ത്? മുമ്പും ശേഷവും സുന്നത്ത് വെച്ചിരിക്കുന്നത് വെറുതെ അല്ലല്ലോ, അത് നിസ്കരിക്കാനുള്ളതല്ലേ. സുന്നത്തല്ലേ ഉസ്താദെ? ചിലപ്പോൾ നിർബന്ധമൊന്നുമില്ലല്ലോ, അതന്നെ സുന്നത്തല്ലേ. അങ്ങനെയല്ല, സുന്നത്ത് നമസ്കാരത്തിന് അതിൻ്റേതായ മഹത്വവും സ്ഥാനവും പ്രതിഫലവുമുണ്ട്. ഒരു സുന്നത്ത് നമസ്കാരത്തിന് 12 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലി കിട്ടും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരു സുന്നത്ത് നമസ്കാരം നമസ്കരിച്ച എത്ര വർഷത്തെ പ്രതിഫലം? ഒന്നുറക്കെ പറ, എത്ര കൊല്ലത്തെ പ്രതിഫലം? 12 വർഷം. 12 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലി കിട്ടും ഒരു സുന്നത്ത് നമസ്കരിച്ച. മഹാനായ അബൂ നാസിർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിസ്കരിക്കുമോ? രാത്രി നിസ്കാരമല്ല, പേടിക്കണ്ട. രാത്രി 2 മണിക്ക് 3 മണിക്ക് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരമല്ല. ഇന്നിനി നിസ്കരിക്കാൻ പറ്റൂല, സമയം കഴിഞ്ഞു, ഇനി നാളെയേ പറ്റത്തുള്ളൂ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിസ്കരിക്കുമോ? നിയത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കുക. ഒരിക്കലെങ്കിലും നിസ്കരിക്കാൻ മനസ്സുള്ളവർ. അപ്പോൾ എനിക്ക് സ്വർഗത്തിൽ പോകാനായി, ഷാജാനുസ്ഥാനറായി കേട്ടോ. ഇന്നത്തെ വയലുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് രണ്ടുപേർക്കും പോകാം. അള്ളാഹു ഞങ്ങളെ സ്വർഗത്തിൻ്റെ അവകാശികളിൽ പെടുത്തുമാറാകട്ടെ. വയലെന്ന് പറഞ്ഞാൽ പിരിവൊന്നുമല്ല. വയലെന്ന് പറഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാനുള്ള, നമ്മൾ പറയുന്ന 2 മണിക്കൂർ വയല് പറയുന്നതിൽ നിന്ന് ആരെങ്കിലും ഒരാളൊരു നന്മ ചെയ്താൽ രക്ഷപ്പെട്ടു. അതിനാ വയല്. ആരെങ്കിലും, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഇന്നത്തെ ഇത്രയും നേരം പ്രസംഗിച്ചതിൽ നിന്ന് ഒരു വഖത്ത് നിസ്കരിക്കാൻ, ഈ പറഞ്ഞതൊക്കെ സത്യമാണല്ലോ അല്ലാ എന്ന് പറഞ്ഞിട്ട് ഒരാളെങ്കിലും നന്നാകാൻ തീരുമാനിച്ചാൽ അത് ഈ ലോകം മുഴുവനും സ്വർണം കിട്ടുന്നതിനേക്കാളും സന്തോഷമാണ്. അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിസ്കരിക്കൂലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ നാട്ടിൽ പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ വീട്ടിൽ പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. എവിടെ നമ്മുടെ വീട്? നമ്മുടെ വീട് എവിടാ? ഖബറ. നമ്മുടെ വീട് ഏതാ ചങ്ങാതി? സ്വർഗം. നമ്മുടെ വാപ്പ അവിടെയല്ലേ ജനിച്ചേ? ആദം നബി. നമ്മുടെ ഉമ്മ എവിടെയല്ലേ ജനിച്ചേ? അപ്പം നമ്മുടെ വീട് അതാ. നമുക്ക് അങ്ങോട്ട് പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പം ഇൻഷാ അല്ലാഹ് നിസ്കരിക്കൂലേ? ഈ മഗ്രിബിൻ്റെ ഫർള് നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു 6 റക്അത്ത് സുന്നത്ത് നമസ്കാരമുണ്ട്. അവ്വാബി നമസ്കാരം അറിയോ? ഇല്ല. പണ്ടുള്ളവരോട് ചോദിച്ചാൽ മതി. പ്രായമുള്ളവരോടൊക്കെ ചോദിക്കണം, ഉസ്താദന്മാരോട് ചോദിക്കണം. അവ്വാബി നമസ്കാരം എന്ന് പറഞ്ഞിട്ട് ഒരു 6 റക്അത്ത് സുന്നത്ത് നമസ്കാരമുണ്ട്. 2 റക്അത്ത് വീതം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഇദാ ജാഅ തബ്ബത് യദാ ഖുൽ ഹുവല്ലാഹ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ 6 സൂറത്തുകൾ ഓതി 2 റക്അത്ത് സലാം വീട്ടും, 2 റക്അത്ത് സലാം വീട്ടും, 2 റക്അത്ത്, ഇങ്ങനെ ഒരു 6 റക്അത്ത് സുന്നത്ത് നമസ്കാരം, അവ്വാബി നമസ്കാരം എന്ന കിതാബിലൊക്കെ കാണാം. ആ നിസ്കാരത്തിന് 12 കൊല്ലത്തെ ഇബാദത്തിൻ്റെ കൂലിയുണ്ട്. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒരിക്കലെങ്കിലും നിസ്കരിക്കണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു വഖത്ത് നിസ്കാരം മുടക്കിയ ആളുടെ അവസ്ഥ ഇതാണെങ്കിൽ ഈ 5 വഖത്ത് നിസ്കരിക്കാത്തവൻ്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, ഉറക്കല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നിസ്കാരം എന്തിനാ നിസ്കരിക്കുക? എക്സസൈസ്, പള്ളിയിൽ പോ, കൈകിട്ട, റുക്കൂ, സുജൂദ്, ഇതിലൊക്കെ എന്താ അല്ലേ?
ഇതിലെന്താ ഉസ്താദെ? പലരും ചോദിക്കുമല്ലോ, വേറെ പണിയൊന്നുമില്ല, എന്താ പള്ളിക്കകത്ത് പോകാൻ ഇമാം എന്തോ ചെയ്യുന്നു, കൂടെ ചെയ്യണോ? അങ്ങനെ കൂടെ ചെയ്യും. എന്താ ഇതിനകത്തുള്ള പ്രതിഫലം? നീ വിചാരിച്ചു വെറുതെയാണെന്ന്. 5 വഖത്ത് പള്ളിയിൽ പോയി തലകുത്തി വീഴുന്നത് വെറുതെയല്ല. അതിൻ്റെ കാരണമുണ്ട്, അതിന് മഹത്വമുണ്ട്, അതിന് പ്രതിഫലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ ജീവിതത്തിലെ സർവ്വ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാ 5 വഖത്ത് നിസ്കാരമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇത് സലാത്ത് പറയാൻ മടിയുണ്ടോ? നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പരിഹാരം. ഇപ്പം എല്ലാം പ്രശ്നമല്ലേ? ഞാൻ ഒരു കാര്യം, ഒരു സത്യം ഞാൻ ചോദിക്കട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സാമ്പത്തികമായിട്ട് എല്ലാവരും തകർന്നു ഇല്ലേ ഉസ്താദെ? കൂടെ ജോലി ചെയ്യുന്ന സ്റ്റാഫിന് കൊടുക്കാൻ പൈസയില്ല ഉസ്താദെ. പഴയെന്ന് ചിന്തിച്ചേ, നമ്മുടെ വീട്ടിലൊക്കെ മന്തി ബിരിയാണി, ചുട്ട കോഴി, കറക്കിയ കോഴി, കരിച്ച കോഴി. ഇപ്പൊ വല്ല കോഴിയുണ്ടോ? ഒന്നുമില്ല. സാമ്പത്തികമായിട്ട് പടച്ചവനെ വീട്ടിൽ എന്തായിരുന്നു? ഷവർമ. വൈകുന്നേരമായി കഴിഞ്ഞാൽ കുബൂസും കറങ്ങിയ കോഴി, ഇതൊക്കെയായിരുന്നു നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഉണ്ടോ സഹോദര? ഇപ്പൊ സവാള ഉള്ളവനാ രാജാവ് അല്ലേ? 160 140 ഇപ്പൊ അതിന്റെ വില. കൂടണം, ഇനിയും കൂടണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എല്ലാത്തിന്റെ അഹങ്കാരം തീരണം. ഞാനതേ പറയത്തുള്ളൂ. വളരെ അഹങ്കാരം അള്ളാഹു അനുഗ്രഹം ചെയ്തപ്പോൾ അഹങ്കാരം കൂടും, സർവ്വതും കൂടും. ഒന്നുമില്ലാത്ത അവസ്ഥയിലെത്തും. വന്ന വഴി മറന്നുപോയി നമ്മൾ പലരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ചോദിക്കുന്നത്, പഴയതുപോലെ ഒന്നുമില്ല. പലരുടെയും വീടിൻ്റെ അകത്ത് ഇപ്പൊ പഴവനെ ഇപ്പൊ ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ തുടങ്ങി, ഇപ്പൊ കപ്പയൊക്കെ വാങ്ങി പുഴുങ്ങാൻ തുടങ്ങി. കാരണം എന്തേ? പഴയതൊക്കെ മാറി, പഴങ്ങഞ്ഞിയൊക്കെ കുടിക്കാൻ തുടങ്ങി പലരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചോദിച്ചാ പറ, എന്തേ ഇത്ര ഞെരുക്കം? എന്തേ സഹോദര? ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ വീടിൻ്റെ അകത്ത് ഇത്ര ഞെരുക്കം വന്നത് എങ്ങനെയാ? ഉടനെ നിങ്ങൾ പറയുന്ന മറുപടി, വെള്ളപ്പൊക്കം, നോട്ട് നിരോധനം, കേന്ദ്ര ഭരണം, ഇതൊക്കെ ഞങ്ങളെ വല്ലാതെ ബാധിച്ചു ഉസ്താദ്. ഇല്ലേ? നമ്മൾ പറയുന്ന ഒരു കാരണം എന്തേ? ഇതൊക്കെ നമ്മൾ കാരണം പറയുന്നത്. എൻ്റെ സഹോദര, നിന്നെ തല്ലണ്ടേ സഹോദര? നീ ആലോചിക്കേ, ഈ നാട്ടിൽ കിടക്കുന്ന നിന്റെ വീടിൻ്റെ അകത്ത് നിനക്കും നിന്റെ പെണ്ണുമ്പിള്ളയ്ക്കും മക്കൾക്കും തിന്നാനില്ലാത്തതിൻ്റെ കാരണം ഓനാണോ? നിങ്ങൾ ചിന്തിക്ക്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാ. ഒരിക്കലുമില്ല സഹോദര. നിന്റെ വീടിൻ്റെ അകത്ത് സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നീയും നിന്റെ പെണ്ണുമ്പിള്ളയും മക്കളുവാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഞാൻ വെറുതെ പറഞ്ഞുതരാം, തെളിവ് സഹിതം ഞാൻ പറഞ്ഞുതരാം. എടാ, നിന്റെ വീടിൻ്റെ അകത്ത് പട്ടിണി വന്നിട്ടുണ്ടെങ്കിൽ, നിനക്ക് സാമ്പത്തിക ഞെരുക്കം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നീയും നിന്റെ കുടുംബവുമാ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ. ഒരു ദിവസം ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന വ്യക്തി ആരെന്നറിയോ? രാവിലെ മുതൽ കിളയ്ക്കാൻ പോകുന്ന ഒരാൾക്ക് 600, 700, 800 ഇതല്ലേ കൂലി? പറചങ്ങാതി ആണോ? നേരെ ഇരുന്ന് എല്ലാവരും. ശൈത്താൻ വന്ന് തടകുന്നു. രാവിലെ കിളയ്ക്കാൻ പോകുന്ന കൂലിപ്പണിക്ക് പോകുന്ന ആളുടെ ശമ്പളം എത്ര? ഇവിടെ എത്ര പറയൂ ഉസ്താദ്? 1000 രൂപയെ. എന്നാൽ കിളയ്ക്കാൻ പോലെ നല്ലത്. നമ്മുടെ ഇവിടെ 600 രൂപയുള്ളൂ. രാവിലെ മുതൽ 1 മണി വരെ, 8 മണി മുതൽ 1 മണി വരെ ജോലി ചെയ്യാൻ വരും. 600 രൂപ കൂലി. മേശിരിക്കാരൻ എത്രടാ റഫീഖ ശമ്പളം? 1000 രൂപ. 4 മണി വരെ അല്ലേ? 4 എന്നുള്ളത് 4:30 പോയി. പിന്നെ കൂടും. കൂടെ വരുന്നവന് 900. കൂടെ സിമെന്റ് കുഴയ്ക്കാൻ പോകുന്ന ആൾക്ക് 900. ഒരു ചേച്ചി ഉണ്ടെങ്കിൽ 800 രൂപ. ആശാരിപ്പണിക്കാരൻ 1000 കൂടത്തില്ല, കൂടും. എന്നാൽ പള്ളി ജോലി ചെയ്യുന്ന ഉസ്താദിൻ്റെ ശമ്പളം എത്ര എന്നറിയാവോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? പള്ളി ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ്റെ ശമ്പളം എത്ര എന്നറിയോ? കൂട്ടി നോക്കണം വാപ്പ. 75 രൂപ, 80 രൂപ, 100 രൂപ. അതിൽ കൂടുതൽ വാങ്ങണ ആരുമില്ല. കൂടിപ്പോയാൽ 130 രൂപ. ഈ 130 രൂപ വാങ്ങുന്ന ഉസ്താദ്, ഏതെങ്കിലും ഒരു ഉസ്താദിൻ്റെ പെണ്ണുമ്പിള്ളയും മക്കൾ പട്ടിണി അടക്കുന്നുണ്ടോ? അള്ളാടെ പള്ളി ബാങ്ക് വിളിക്കുന്ന ഏതെങ്കിലും ഒരു മുഅദ്ദിൻ സാഹിബിൻ്റെ മക്കൾ വല്ലതും തായ് എന്ന് പറഞ്ഞ് തെണ്ടി നടക്കുന്നുണ്ടോ? ഇല്ല. എന്തേ കാരണം? അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട, അപ്പം നിങ്ങൾ പറയും അത് അള്ളാഹു ബർക്കത്തിട്ടുണ്ട്. ഈ ബർക്കത്തെന്ന് പറഞ്ഞാൽ ഓസിന് കിട്ടുന്ന സാധനം, അത് ഉസ്താദിനെ മാത്രമല്ലടാ, എല്ലാവർക്കും കിട്ടും. ഞാൻ ചോദിക്കട്ടെ, നിന്റെ വീട്ടിൽ 25,000 മേടിക്കുന്നു, മാസം 30,000 ഉണ്ട്. പക്ഷെ ഈ ഒരു ദിവസം 100 രൂപ മാത്രം കിട്ടുന്ന ഈ ഉസ്താദിന് കറണ്ട് ബില്ലടയ്ക്കണം. പലരെ കടയിൽ പോയിട്ട് ഫാത്തിഹ ഓതി അരി കിട്ടുമോ? മീൻ കച്ചവടക്കാരൻ്റെ വാപ്പാടെ കബർ വിശാലമാകട്ടെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മീൻ കൊടുക്കും. എന്നും കൊടുക്കുമോ? അണ്ണാച്ചി എടുത്ത് പാരി പിടിക്കാൻ പോയിട്ട് ഫാത്തിഹ ഓതിയെ കിട്ടുമോ? ഇല്ലല്ലോ.
എല്ലാം പൈസ തന്നെ കൊടുക്കണം. ഉസ്താദിനും കരണ്ട് ബില്ലടക്കണം, പാല് വാങ്ങണം, പച്ചക്കറി വാങ്ങണം, പലചരക്ക് വാങ്ങണം, മീൻ വാങ്ങണം, ഉസ്താദിന്റെ പെണ്ണും പിള്ളയ്ക്കും ഡ്രസ്സ് വാങ്ങിക്കൊടുക്കണം, മക്കൾ പഠിക്കാൻ വിടുന്നുണ്ട്, വസൂലി കൊടുക്കണം, ട്യൂഷൻ കൊടുക്കണം, ഉസ്താദിന്റെ പെണ്ണും പിള്ളയ്ക്ക് സ്വർണം വാങ്ങിക്കൊടുക്കണം. ഈ കേവലം ഒരു ദിവസം 100 രൂപ ശമ്പളം കിട്ടുന്ന, കേവലം ഒരു മാസത്തിൽ 10,000, 12,000, 10,000 രൂപ ശമ്പളം കിട്ടുന്ന ഉസ്താദ് ഇതെല്ലാം ചെയ്തിട്ടും ബാക്കി ബാങ്കിലാകൊണ്ടിടുന്നത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉസ്താദിനെ എന്തേ GST ബാധിക്കാത്ത? ഉസ്താദിനെ എന്തേ കേന്ദ്രഭരണം ബാധിക്കാത്ത? ഞാൻ വെറുതെ പറഞ്ഞതല്ല, ചിന്തിച്ചു നോക്ക്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലോകത്ത് ആരുടെ വീടിൻ്റെ അകത്ത് ദാരിദ്ര്യമുണ്ടായാലും ഒരു വീടിൻ്റെ അകത്ത് അള്ളാഹു ഒരിക്കലും പട്ടിണി കൊടുക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. സാക്ഷാൽ ദജ്ജാൽ എന്ന് പറയുന്ന ഒരുത്തൻ വരാനുണ്ട്. അവൻ്റെ ഷർറിൽ നിന്ന് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അവൻ വന്നിട്ട് രാജ്യം ഭരിച്ചാലും നിന്റെ കൂരയിൽ എല്ലാ ദിവസവും തിന്നാൻ സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാകും. അള്ളാഹു നമ്മുടെ വീട് അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. നല്ലൊരു ആമീൻ പറ. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. വെറുതെ കിട്ടുമോ? പറ, കിട്ടുമോ? കിട്ടൂല. അള്ളാഹ് പറഞ്ഞു, ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ മതി. തലകുത്തി ഒന്നും നിൽക്കണ്ട, തലകീഴായിട്ടൊന്നും നിൽക്കണ്ട, രാവും പകലും കിടന്ന് കഷ്ടപ്പെടണ്ട. അള്ളാഹ് പറയുന്നു, മരിക്കുന്ന കാലം വരെ ഞാൻ തരും ഭക്ഷണം, ഞാൻ തരുവടാ. രാഷ്ട്രീയക്കാരനല്ല അള്ളാഹ്, എൻ്റെ റബ്ബ് എന്നോട് പറയുന്നു, സിറാജെ, ഞാൻ പറയുന്ന ഒരു കാര്യം നീയും നിൻ്റെ പെണ്ണുമ്പിള്ളയും മക്കളും ചെയ്താ മരിക്കുന്നത് വരെ ഞാൻ തരുവടാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്കത് ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യുവോ? മനസ്സുള്ളവരൊക്കെ ഒന്ന് കൈവക്ക്. നിനക്ക് വേണമെങ്കിൽ പൊക്ക്. നിൻ്റെ പെണ്ണുപിള്ളയും മക്കളും പട്ടിണി കിടന്ന എനിക്കിവിടെ എന്നാ? നിനക്ക് വേണമെങ്കിൽ പൊക്ക്. എൻ്റെ കാര്യം നോക്കിയാൽ എന്താ ഉസ്താദേ? നമ്മുടെ കാര്യം നമ്മൾ നോക്കിയാൽ പോരെ? ഞാൻ പഠിച്ച ഇൽമ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഈ ഒരു കാര്യം ചെയ്താൽ ഒരു വെള്ളിയാഴ്ച ഒരു പള്ളിയുടെ മുന്നിലും ഇങ്ങനെ പോണ്ട, ലെറ്റർ പേടും പിടിച്ച് സംഘടനകൾക്ക് അപേക്ഷ എഴുതി കൊടുത്തിട്ട് കാത്തിരിക്കുക, മോളെ കെട്ടിക്കണം. എന്ത് വേണ്ടപ്പ, പണക്കാരന്മാരുടെ വീട് ഇപ്പം റിമോട്ടാ, പണ്ടതുപോലൊന്നുമല്ല. യാചകർ നിരോധിച്ചിരിക്കുന്നു. എഴുതി പോകണ്ടട ചങ്ങാതി, വീട്ടിൽ ഇരുന്ന് മരിക്കണ കാലം വരെ തിന്നാം. അള്ളയല്ലേ പറഞ്ഞ തരാന്ന്, ഞാനല്ലല്ലോ. ഖുർആൻ ഉണ്ടല്ലോ, വിശ്വാസം ഉണ്ടല്ലോ. ഖുർആൻ എടുക്ക്. 114 സൂറത്തുകൾ. അതിനകത്ത് സൂറത്തു ത്വാഹ എന്ന് പറയുന്നൊരു സൂറത്തുണ്ട്. ആ സൂറത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പേജ് എടുത്തിട്ട് അങ്ങോട്ട് നോക്ക്. 130 ആയത്തിന് ശേഷം ഒരായത്തുണ്ട്. ഞാൻ പറയുന്ന ഈ ആയത്തെടുത്തിട്ട് അർത്ഥം വായിച്ചു നോക്ക്. എന്നിട്ട് നാളെ മുതൽ ചെയ്യാൻ തീരുമാനിക്ക്. അള്ളാഹു മരിക്കുന്ന കാലം വരെ ഭക്ഷണം തരുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ചെയ്തൂടെ? ഒരു നല്ല ഇൻഷാ അല്ലാഹ് പറ. ഉറങ്ങുന്നവൻ എഴുന്നേക്കട്ടെ ഒന്നുകൂടെ. അള്ളാഹു പറയുകയാണ്, പെങ്ങളെ നല്ലതുപോലെ കേട്ടോ. ഉസ്താദേ ഭർത്താവിന്റെ ജോലി പോയി, പഴയതുപോലെ കച്ചവടമില്ല. ആ പരാതിയാണ്. കാണുന്നവരോട് മുഴുവനും പരാതിയാണ്. എന്തിനാ പെണ്ണെ പരാതി പറയുന്നത്? ഈ ലോകം മുഴുവനും പടച്ച റബ്ബ് പറയുകയാ, നീ ആരുടെ മുന്നിലും പിരിവിന് പോകണ്ട, നിന്റെ മക്കൾക്ക് വേണ്ടി യാചിക്കണ്ട, ഞാൻ തരാം ഭക്ഷണം. വഅ്മുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക വൽ ആഖിബത്തു ലിത്തഖ്വാ. അല്ലയല്ലേ പറഞ്ഞത് വഅ്മുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക. പടച്ചവൻ പറയുകയാണ്, ഈ പറയുന്ന ഒരേ ഒരു കാര്യം നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും ചെയ്താ ആ വീടിന്റെ അകത്ത് മരിക്കുന്ന കാലം വരെ അള്ളാഹു ഭക്ഷണം കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു പറയുകയാ, ഒരേ ഒരു കാര്യം ചെയ്തുകൂടെ? പൈസയൊന്നും കൊടുക്കണ്ട, പേടിക്കണ്ട, പൈസയൊന്നും വേണ്ട. അള്ളാഹു പറയുകയാ,
5 നേരം ബാങ്ക് വിളിക്കുമ്പോൾ നീയും നിൻ്റെ ഭാര്യയും മക്കളും നിസ്കരിച്ച ഞാൻ തരും ഭക്ഷണം. നീയല്ല റിസ്ക് ഉണ്ടാക്കുന്നത്. ലാ നസ്അലുക റിസ്ക, നീയല്ല ഭക്ഷണം, ഞാനാടാ റബ്ബ്, ഞാനാ റാസിക്ക്, ഞാൻ തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പള്ളിയിലെ 1ാമത്തെ സഫി നിൽക്കണത് ആരാ? ഇമാമ്. തൊട്ടു പുറകെ നിൽക്കണത് ആരാ? മുഅദ്ദിൻ സാഹിബ്. കൂടെ നിൽക്കണത് ആരാ? മദ്രസയിലെ ഉസ്താദന്മാർ. അതുകൊണ്ടാണ് മക്കളെ മരിക്കുന്ന കാലം വരെ പട്ടിണിയില്ലാത്തത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പോൾ എന്ത് ചെയ്യണം? 5 വഖത്ത് നിസ്കരിക്കണം. വെറുതെ അല്ല അല്ലാഹു പറഞ്ഞത്. നിസ്കരിക്കാറുണ്ടോ? നമ്മളൊക്കെ നിസ്കരിക്കും, എല്ലാവരും നിസ്കരിക്കും. പക്ഷേ ഭാര്യ നിസ്കരിക്കാറുണ്ടോ? മക്കൾ നിസ്കരിക്കാറുണ്ടോ? പ്രായപൂർത്തിയായ 3ഉം 4ഉം വീട്ടിലുണ്ടല്ലോ, നിസ്കരിക്കാറുണ്ടോ? ഇവർക്കൊന്നും എൻ്റെ നിസ്കാരം നിർബന്ധമില്ലേ? നിങ്ങൾ ചിന്തിക്ക്. നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്, 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ എന്ത് ചെയ്യണം? പറയടാ മക്കളെ, എന്ത് ചെയ്യണോടാ? എന്ത് ചെയ്യണം? നിസ്കരിക്കാത്തതിൻ്റെ പേര് മക്കളെ തല്ലിയ ഒരു വാപ്പ കൈപൊക്കിക്ക്. ആരെങ്കിലും ഒന്ന് പൊക്കടോ. നിസ്കരിക്കാത്തതിൻ്റെ പേര് മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ, ഒരു ചങ്ങാതി ഉണ്ട്. അള്ളാഹു ആ മനുഷ്യന് സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. അതാ വാപ്പ. നിങ്ങൾ ചിന്തിക്ക്. ഈ കൈവക്കാത്തവരുടെയൊക്കെ മക്കൾ 5 നേരവും ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നവരാണെന്ന് വിശ്വസിക്കാൻ ഞാൻ മലക്കല്ലപ്പ, മനുഷ്യനാണ്. ഞാനും നിങ്ങളെപ്പോലെ ചോറല്ലേ തിന്നുന്നത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കാരണം ആലോചിക്ക്. വെറുതെ ആണെന്ന് വിചാരിച്ചോ? മുത്തുനബി പറഞ്ഞു, ഒരു വീട്ടിൽ ബർക്കത്തുണ്ട്, ഒരു വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. ഏത് വാപ്പയ്ക്കാ? തൻ്റെ മക്കൾ നിസ്കരിക്കാതെ കടന്നുറങ്ങുന്ന മക്കളെ തല്ലി നമസ്കരിപ്പിക്കാൻ ഒരു വടി വെട്ടി വെച്ചിരിക്കുന്ന വാപ്പ. തൻ്റെ മക്കള് പറഞ്ഞാൽ അനുസരിക്കാതെ വരുമ്പോ ആ മക്കളെ തല്ലി നന്നാക്കാൻ ഒരു ഈർക്കലെങ്കിലും നിന്റെ വീട്ടിൽ വെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ വാപ്പ പണ്ടൊരു വടി വെട്ടിവെച്ചാൽ മതിയായിരുന്നു. വാപ്പ വെട്ടിവെച്ചിരുന്ന വടി കണ്ടാ നമ്മൾ നന്നാകുമായിരുന്നു. വാപ്പ വരുന്നടാന്ന് പറയണ്ട, ആ കമ്പ് നോക്കടാന്ന് പറഞ്ഞാൽ മതി. ആ അലമാരിയുടെ മുകളിൽ ഇരിക്കുന്നത് നോക്കടാ സിറാജ എന്ന് പറഞ്ഞാൽ എൻ്റെ ശൈത്താൻ അപ്പിറങ്ങുമായിരുന്നു. എൻ്റെ എല്ലാ ബഹളവും തീരുമായിരുന്നു. ഒരു വടി കണ്ടാൽ നമ്മൾ നന്നാകുമായിരുന്നു. ഇന്ന് സ്വന്തം വാപ്പാനെ കണ്ടാൽ തിരിഞ്ഞടക്കും മക്കൾ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതിൻ്റെ കാരണം ഒരു വടി ഇന്നെങ്കിലും പോയി വെട്ടിവെക്ക്. പൈസ കൊടുത്ത് വാങ്ങണമെന്ന് ഞാൻ പറയണില്ല. നിന്റെ പറമ്പിൽ നിന്ന് ഒരു ഉണക്ക കമ്പെങ്കിലും വെട്ടി വീടിനകത്ത് കൊണ്ടുപോയി അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിസ്കരിച്ചാൽ കിട്ടുന്ന ഒരു പ്രതിഫലം മരിക്കുന്ന കാലം വരെ അള്ളാഹു ഭക്ഷണം തരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പക്ഷേ നമ്മൾ നമസ്കരിക്കാതെ വന്നപ്പോൾ ഈ പള്ളിയുടെ പരിസരത്ത് എത്രയോ വീടുകളുണ്ട്. ബാങ്ക് വിളിക്കും. എത്ര ആണുങ്ങളാണ് നിസ്കരിക്കാൻ പോവാ? എത്ര പെണ്ണുങ്ങളെ നിസ്കരിക്കാതെ ഇരുന്നപ്പോൾ അള്ളാഹു തന്നതുകൊണ്ട് അങ്ങ് നിർത്തി. അള്ളാഹു നേരത്തെ ഇങ്ങനെ തന്നുകൊണ്ടിരുന്നതാ, അതങ്ങ് നിർത്തി. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അള്ളാഹിക്ക് തലേ വണ്ടിയൊന്നും ഓടുന്നില്ല നിനക്കിങ്ങനെ വാരിക്കോരി തരാൻ. അള്ളാഹു അറിയാം, എടാ നിനക്ക് പൈസ തരാനും സമ്പത്ത് തരാനും ആരോഗ്യം തരാനും വീട് തരാനും കച്ചവടം തരാനും എല്ലാം അള്ളാഹിക്ക് അറിയാം. അതുപോലെ നിന്നെയും പെണ്ണും പിള്ളയും മക്കളെയും പള്ളിയുടെ മുന്നിൽ കൊണ്ടിരുത്തി പിരിവെടുപ്പിക്കാനും അള്ളാഹിനറിയാം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇനിയും നന്നാകാൻ തീരുമാനിച്ചില്ലെങ്കിൽ അള്ളാഹ് അങ്ങനെ തന്നെ കൊണ്ടിരുത്തും. ഇനിയും നന്നാകാൻ തീരുമാനിച്ചില്ലെങ്കിൽ അള്ളാഹ് കൊണ്ടിരുത്തും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പം 5 വഖത്ത് നിസ്കരിക്കാൻ പറഞ്ഞത് വെറുതെയല്ല. 5 വഖത്ത് നിസ്കരിച്ചാൽ അള്ളാഹു 5 പ്രതിഫലം തരും. 1ാമത്തെ പ്രതിഫലം മരിക്കുന്ന കാലം വരെ അള്ളാഹു ഭക്ഷണം തരും. അള്ളാഹു പട്ടിണിയില്ലാതെ ഹലാല് തിന്നുകൊണ്ട് മരിക്കുന്ന കാലം വരെ ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 2, നിങ്ങൾക്ക് ബോറടിച്ചു തുടങ്ങിയ ഞാൻ എത്ര മണിക്ക് നിർത്താന്നാ പറഞ്ഞേ? എത്ര? 11 മണിയായി. നിർത്താറായ? നിർത്താറായ? പറ, നിർത്താറായ? ഇൻഷാ അല്ലാഹ് ഒരു 4 കാര്യം കൂടെ പറഞ്ഞു നിർത്തിയേക്കാം. നിസ്കരിച്ച 5 വഖത്ത് നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു തരുന്ന 4 പ്രതിഫലം കൂടെ പറഞ്ഞിട്ട് ഞാൻ ദുആ ചെയ്ത് പിരിയും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 2, എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്. ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഹൃദയത്തിൽ ഈമാനുള്ള ഒരു മനുഷ്യൻ്റെ ആഗ്രഹമാണ് നല്ല മരണം വേണം. എല്ലാവർക്കും വേണ്ടേ?
നല്ല മരണം വേണോ? വെള്ളിയാഴ്ച രാവിലെ മരിക്കണോ? ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം വേണോ? മരിക്കടക്കുമ്പോ ചിരിക്കണോ? അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്ക്. ഓസിന് കിട്ടും. എങ്ങനെ കിട്ടും? ഓസിന്. വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ജുമായുടെ 2ാമത്തെ റക്അത്തിൽ സുജൂദി കിടക്കുമ്പോൾ മരിക്കണം. കിട്ടും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അല്ലാഹ് പറയുകയാ, എനിക്കാരും പൈസ തരണ്ട, ഞാൻ തരാം നല്ല മരണം. ആർക്ക് വേണം? ഞാൻ തരാം. അല്ലാഹു പറയുന്ന പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട്, അവൻ അല്ലാഹു പടച്ചവനെ, എൻ്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ച രാവിലാണ്, എൻ്റെ ഉമ്മ മരിച്ചത് റമളാൻ 17-നാണ്, എൻ്റെ ഉമ്മ മരിച്ചത് റമളാൻ 27-നാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാ പോരാ. പറഞ്ഞിട്ട് നിനക്കൊന്നും കിട്ടാനില്ല പടച്ചവനെ. എങ്കിലോ നീ ഒരു നല്ല മരണം കാഴ്ചവെക്കൂ. വാപ്പ പോയതിനേക്കാളും മനോഹരമായിട്ട് നീ പോയി കാണിച്ചു കൊടുക്കൂ. അതുകൊണ്ട് പടച്ചവന് ഉസ്താദ് നല്ല മരണം കിട്ടാ ദുആ ചെയ്യട്. പറയുന്ന ഉമ്മമാര്, നല്ല മരണം വേണോ? അല്ലാഹു പറയുകയാ, ഞാൻ തരാ. ആർക്കാണ് നല്ല മരണം വേണ്ടത്? ഞാൻ തരാ. എന്ത് ചെയ്യണമെന്നറിയുമോ? അയ്യാലസ്സലാ അയ്യാലൽ ഫലാ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ ആരാണോ നിസ്കരിക്കുന്നത്, ആരാണോ എന്റെ മുന്നിൽ വന്ന് സുജൂദ് ചെയ്യുന്നത്, ആ മനുഷ്യന് ഞാൻ നല്ല മരണം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലയല്ലേ പറഞ്ഞത്? ഇത്രയും എളുപ്പത്തില്, ഇത്രയും 5 പൈസയുടെ ചെലവില്ലാതെ ഒരു ദിവസത്തിന് 25 മിനിറ്റ് 5 സമയങ്ങളായി മാറ്റിവെച്ച അല്ലാഹു നല്ല മരണം തരുമെന്ന് പടച്ച റബ്ബ് പറയുമ്പോ അത് വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളല്ലേ നഷ്ടവാളികള്? 25 മിനിറ്റ് 5 സമയങ്ങളിലായി റബ്ബിന് കൊടുത്താൽ അല്ലാഹു നല്ല മരണം തരാമെന്ന് പറയുമ്പോ, എടാ ചെറുപ്പക്കാരാ, എന്തേടാ മോനെ നമസ്കരിക്കാൻ ഇത്ര മടിയെന്ത്? അതിലെന്ത് പ്രയാസമാടാവുള്ളത്? നിന്നെ പടച്ച റബ്ബിന്റെ മുന്നിൽ വന്ന് 5 നേരം തലകുനിക്കാറ് നിനക്കെന്തേടാ തടസ്സം? തടസ്സം? നീ അതിന് പറയുന്ന കാരണം എന്തേ ചെറുപ്പക്കാരാ? വീട്ടിൽ വളർത്തുന്ന നായി പോലും നന്ദി കാണിക്കുമടാ. പക്ഷേ നമ്മൾ നന്ദിയില്ലാത്തവരാകരുത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിനക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് മോഹമുണ്ട്, ഒരുപാട് സ്വപ്നമുണ്ട്. നിന്നെ പോലെ എല്ലാവർക്കുമുണ്ട് ചെറുപ്പക്കാരാ. നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരനായിരുന്നു മഹാനായ റബീഅത്ത്, മഹാനായ ഉബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു. വിവാഹം പോലും കഴിഞ്ഞിട്ടില്ല ചെറുപ്പക്കാരാ. ആ ഉബൈബ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായതിന്റെ പേരിൽ ശത്രുക്കൾ പിടിച്ചുകൊണ്ട് വരികയാണ്. അല്ലാഹുവേ തൂക്കി കൊല്ലാൻ പോവുകയാണ്. അവിടുന്ന് തൂക്കുമരത്തിന്റെ മുകളിലേക്ക് കയറ്റി നിർത്തി. എന്നിട്ട് താഴെ നിൽക്കുന്ന ശത്രുക്കൾ പലരും ഹുബൈബിന്റെ കൂട്ടുകാരാ. അവര് ചോദിച്ചു, ഹുബൈബേ, ചെറിയ പ്രായപാടാ ഹുബൈബ്, വിവാഹം കഴിഞ്ഞിട്ടില്ല ഹുബൈബ്, ഇതടിച്ചു പൊളിക്കേണ്ട സമയമാണ് ഹുബൈബ്. പണം ഞങ്ങൾ തരാ, അധികാരം തരാ, സുന്ദരികളെ തരാ, കള്ള് തരാ, വാടാ ഹുബൈബ്, ഇന്നലെ കണ്ട മതം കളഞ്ഞിട്ട് വാടാ ഹുബൈബ്. ഹുബൈബ് തങ്ങൾ പറഞ്ഞു, എന്ത് പറഞ്ഞാലും ഞാൻ വരൂല. കൂട്ടുകാര് പറഞ്ഞു, നീ മതം മാറണ്ട, നിനക്ക് മതത്തിനോട് അത്ര ഇഷ്ടമാണെങ്കിൽ നീ മതം മാറണ്ടടാ. മുഹമ്മദിനെ ഒരു ചീത്ത പറയടാ, മുഹമ്മദ് നബിയെ എന്തെങ്കിലും മോശമായിട്ടൊരു വാർത്ത പറ, നിന്നെ ജീവനോടെ വിട്ടേക്കാ. ഹുബൈബ് തങ്ങൾ പറഞ്ഞു, ഞാൻ പറയൂല. അവസാനം കൊല്ലാ സമയമായപ്പോ അവര് ചോദിച്ചു, ഹുബൈബേ,
നിന്റെ ജീവിതത്തിൽ അവസാനത്തെ മോഹമെന്താ? ചാകുന്നതിന് മുമ്പ് വല്ല മോഹവുമുണ്ടോ? അവിടെന്ന് പറഞ്ഞ് എനിക്ക് നിസ്കരിക്കണം, എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കണം, ഒന്നവസരം തരുമോ, ഒരവസരം തരുമോ? ശത്രുക്കൾ അനുവാദം കൊടുത്തു. പെട്ടെന്ന് ഉദവെടുത്തു, 2 റക്അത്ത് നമസ്കരിച്ചു. ചെറിയ സൂറത്തുകളാണ് ഓതിയത്. പെട്ടെന്ന് നിസ്കാരം നിർത്തി, സലാം വീട്ടി, സുജൂദിൽ കിടന്നു കരയുന്നു. അല്ലാഹുവേ എനിക്ക് നമസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട്.